നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നാണ് കളി. ഇത് ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കിരീടം നിർണ്ണയിക്കുന്ന പോരാട്ടം. ഇന്നത്തെ കളി സിറ്റിയെ തോൽപ്പിച്ചാൽ ആഴ്സണലിലെ ഏതാണ്ട് കിരീടം ഉറപ്പിക്കാം. അതേസമയം സിറ്റിയാണ് ഇന്ന് ജയിക്കുന്നതെങ്കിൽ കഥ മാറും, കളി മാറും. സിറ്റിക്ക് ഓൾറെഡി ഒരു കളി കുറവാണ്. ഇന്നത്തെ കളി വിജയിച്ചാൽ അവർക്ക് 67 പോയിൻ്റ് ആവും. പിന്നെ ആ കുറവുള്ള കളി കൂടി ജയിച്ചാൽ ആഴ്സണലിനൊപ്പം തന്നെ പോയിൻ്റ് പട്ടികയിൽ എത്താൻ പറ്റും. അപ്പം അതുകൊണ്ട് അതിനിർണായകമായ പോരാട്ടമാണ് ഇന്ന് എത്തിഹാദിൽ നടക്കുന്നത്. രാത്രി ഇന്ത്യൻ സമയം 9 മണിക്കാണ് കളി. ആഴ്സണലിൻ്റെ സമീപകാലത്തെ മത്സരങ്ങളുടെ റിസൾട്ടുകൾ അത്ര മികച്ചതല്ല എന്ന കാര്യം കൂടി നോക്കണം. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ കളിക്ക് വളരെ ആവേശത്തോടു കൂടി ആരാധകർ കാത്തിരിക്കുന്നത്. ഇപ്പം നിലവിൽ 1-ാം സ്ഥാനത്താണ് ആഴ്സണൽ എങ്കിലും ബോട്ട്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കാറുണ്ട്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ, ഇത്തവണ കിരീടം കൈവിടാതിരിക്കണമെങ്കിൽ ഇന്നൊരു പോസിറ്റീവ് റിസൾട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. കളിക്ക് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് പെപ് ഗാർഡിയോള, സിറ്റിയുടെ കോച്ച് പെപ് ഗാർഡിയോള പറഞ്ഞത് എത്തിഹാദിലൊരു അന്തരീക്ഷം, ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ടീമിന് വലിയ രൂപത്തിൽ ഗുണകരമാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫാൻസ് തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ടീം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണുകളിലൊക്കെ ഇവിടെ കളിച്ചു. അത് നന്നായി കളിച്ചാലും മോശമായി കളിച്ചാലും വിജയിച്ചാലും തോറ്റാലുമൊക്കെ മികച്ച പെർഫോമൻസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. സോ ഈ സൺഡേയും അത്തരത്തിലുള്ളൊരു പെർഫോമൻസാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗെയിമിൻ്റെ തുടക്കം മുതൽ ഞങ്ങളുടെ ബെസ്റ്റ് നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കറിയാം ആളുകൾ അത് കാണാൻ വേണ്ടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഒരു പെർഫെക്റ്റ് സൺഡേ ആണിത്. 4:30 PM അത് അവിടുത്തെ സമയമാണ്. കളി ആരംഭിക്കുന്ന അവിടുത്തെ സമയം പറയുകയാണ്. 4:30 PM എഗെയിൻസ്റ്റ് ആഴ്സണൽ. വാട്ട് എൽസ് ക്യാൻ ബി ആസ്ക് ഫോർ എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എർലിംഗ് ഹാലൻഡും വലിയ പ്രതീക്ഷയിലാണ്. അദ്ദേഹം പറഞ്ഞത് ഇറ്റ്സ് എ ഹ്യൂജ് ഗെയിം കമ്മിങ് അപ്പ്. നമ്മൾ വളരെ കാമായിട്ട് തന്നെ നിൽക്കണം ഇത്തരം കളി വരുമ്പോൾ. ഒരുപാടൊന്നും ചിന്തിച്ച് കൂട്ടേണ്ട കാര്യമില്ല. കാരണം അതാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യം. ചിന്തിച്ച് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു ചോദിച്ചാൽ, നന്നായിട്ട് ട്രെയിനിങ് നടത്തും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും, ടാക്റ്റിക്കലി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. ഒരുപാട് ചിന്തിക്കേണ്ടതില്ല. ഡോണ്ട് ഓവർ തിങ്ക് ടു മച്ച്. തിങ്ക് പോസിറ്റീവ്ലി. ട്രൈ ടു ഗെറ്റ് റെഡി ഫോർ ദി ഗെയിം മെൻ്റലി ആൻഡ് ഫിസിക്കലി. അതാണ് എൻ്റെ ജോബ്. ഏറ്റവും പ്രോപ്പർലി പ്രിപ്പയർ ചെയ്തുകൊണ്ട് കളിക്കാൻ ഇറങ്ങുകയാണ് എന്നുകൂടി എർലിംഗ് ഹാലൻഡ് പറയുന്നു. അപ്പോൾ ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് നോക്കുക, ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ കളി സ്പോർട്ടിങ്ങിനോട് ഗോൾ ചെയ്ത സമനില, അതിനു മുമ്പ് പ്രീമിയർ ലീഗിൽ ബേൺമൗത്തിനോട് 2-1 തോൽവി, പിന്നെ സതാംപ്ടനോട് FA കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽസിൽ 2-1 തോൽവി, EFL കപ്പിൻ്റെ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് 2-0 തോൽവി, ഇങ്ങനെ പോയതാ. അപ്പോൾ അതുകൊണ്ട് അത്ര നല്ലൊരു ഫേസിലൂടെ എല്ലാ ആഴ്സണൽ കടന്നു പോകുന്നത്. ഇന്നത്തെ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാത്തിരിക്കാം ഇന്ന് രാത്രിയിലെ പോരാട്ടത്തിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.